ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള സ്നാക്കാണ്. എണ്ണയില്ലാതെ ചെയ്യാൻ പറ്റുന്ന സ്നാക്സ് ഇടാൻ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഓയിലൊന്നും ചേർക്കാതെ തന്നെ ചെയ്യാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അതും മുട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് ലേറ്റ് ആക്കാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു മിക്സി എടുക്കാം. അതിനകത്തോട്ട് അരക്കപ്പ് മല്ലിയിലയും അതുപോലെ തന്നെ അരക്കപ്പ് പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു 4 ചെറിയ വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ മല്ലിയിലും പുതിനയിലും ചേർക്കുക വെച്ചാൽ അതിൻ്റെ കുത്തുന്ന ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല. അത് ഇഷ്ടമില്ലാത്തവർക്കും ഇത് കഴിക്കാൻ ഇഷ്ടമാവും. പിന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അടിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 3 പുഴുങ്ങിയ മുട്ടയും അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുമാണ്. അത് നമ്മൾ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നത് പോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങ് ഒരെണ്ണം അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ളത്, ഒരെണ്ണം ചെറുതുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നന്നായിട്ട് നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ കൈ വെച്ച് ഉടക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാനാണ് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം മുട്ടയാണെങ്കിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പം ഞാനിത് മുഴുവനായിട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ അത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണിൻ്റെ അടുത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്. ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കൊള്ളൂ, ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചിക്കനോ ഒന്നും വേണ്ട, മുട്ട ഉണ്ടെങ്കിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എണ്ണ കഴിക്കാത്തവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലുള്ളത്. അപ്പം നമുക്ക് ഇതിലേക്ക് ബ്രെഡ് പൊടിച്ചതൊന്നും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അളവ് പറയുന്നില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ കറക്റ്റായിട്ട് ഒന്ന് ഉണ്ട പിടിച്ചെടുക്കാൻ പറ്റുന്നത്, റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നത് അത്രയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും തന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നു തോന്നുകയാണെങ്കിൽ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നന്നായിട്ട് ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കാം. അപ്പം ഞാനിപ്പോൾ കയ്യിൽ കുറച്ചൊന്ന് ഓയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ബോളാക്കി എടുക്കാം. ഇതിനു മുമ്പ് ഞാൻ എഗ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ട്രൈ ചെയ്തിട്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതിന് ഈ ഒരു ഷേപ്പിലാണ് മാറ്റിയിട്ടുള്ളത്. അപ്പം ഞാൻ നോർമലി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നേരെ ഇനി മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡിൽ പൊതിഞ്ഞിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എണ്ണ ഇല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇനി കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ എണ്ണയില്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പാനിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കണം. കാരണം ഇത് മുട്ട പുറത്ത് കാണുന്നതുകൊണ്ട് നമുക്ക് എണ്ണയിൽ ഡയറക്റ്റ് ഇനി ഇട്ട് ഫ്രൈ ചെയ്യാൻ പറ്റില്ല, പൊട്ടിത്തെറിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റാണ് വേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇതിനെ ഡയറക്റ്റ് മുട്ടയിൽ മുക്കുക, എന്നിട്ട് ബ്രെഡിൽ പൊതിയുക, എന്നിട്ട് എണ്ണയിലിട്ട് മുക്കി പൊടിച്ചെടുക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ചെയ്താൽ, ഇതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എണ്ണ കഴിക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണെങ്കിലും കഴിക്കാൻ നല്ല തന്നെയാണ്. അപ്പോൾ ഇനി നമുക്കിതിനെ എടുത്ത് മാറ്റാം. 4 സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഇത്രയുള്ള നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. ചെറിയ തീയിൽ വേണം കേട്ടോ ചെയ്യാൻ, കാരണം നമ്മൾ എണ്ണയൊന്നും അധികം ചേർക്കാത്തില്ല, ജസ്റ്റ് നമ്മൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി കിടുക്കനായിട്ടുള്ള ഇഫ്താർ റെസിപ്പീസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.